ഹലോ, ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഞാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇന്ന് നമുക്ക് നമ്മുടെ ബ്രൂവിൻ്റെ കാപ്പിപ്പൊടി ഉപയോഗിച്ചിട്ട് അടിപൊളിയായിട്ട് നമ്മുടെ ഫേസിനെ നല്ല ഗ്ലോയിങ് ആക്കി എടുക്കാനായിട്ട് നല്ലൊരു ബ്രൈറ്റ്നെസ്സൊക്കെ കൊണ്ടുവരാനൊക്കെ പറ്റിയിട്ടുള്ള അടിപൊളി ഒരു പാക്കാണ്. സിമ്പിളായിട്ട് ചെയ്യാവുന്നൊരു കാര്യമാണ്. നമുക്ക് പാലോ തൈരോ ഒന്നും ഇതിലേക്ക് ആവശ്യമില്ല. നമ്മുടെ സാധാ പച്ചവെള്ളത്തിലാണ് കേട്ടോ നമ്മൾ ഈ ഒരു കാര്യം ചെയ്യാൻ പോണത്. നല്ല കിഡ് റിസൾട്ടാണ്. എത്ര കരിവാളിച്ചിരിക്കണ മുഖമായാലും നമുക്ക് നല്ല രീതിക്ക് നല്ലൊരു ബ്രൈറ്റ്നസ് കൊണ്ടുവരാനായിട്ട് പറ്റുന്ന ഒരു പാക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വേഗം തന്നെ നമുക്ക് എങ്ങനെയാണ് ഈ പാക്ക് തയ്യാറാക്കണമെന്ന് പറഞ്ഞുതരാം. ആദ്യം നമ്മൾ ഇതിൻ്റെ വലിയൊരു പാക്ക് ഉണ്ടല്ലോ, 5 രൂപയുടെ പാക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്കിത് ഡെയിലി മുഖത്തേക്ക് ഇടാം. അതാണ് ഇതിൻ്റെ പ്രത്യേകത. പാലോ തൈരോ ഉപയോഗിക്കാത്തത് കൊണ്ട് നമുക്ക് സ്കിന്നിന് വേറൊരു പ്രശ്നങ്ങളും വരില്ല. എല്ലാ സ്കിന്നുകാർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. സാധാ പച്ചവെള്ളത്തിലാണല്ലോ നമ്മൾ ഈ ഒരു കാര്യം ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിലോട്ട് ഇച്ചിരി പഞ്ചസാര, അതായത് ഒരു വലിയ ടീസ്പൂൺ പഞ്ചസാര എടുക്കുക. പിന്നെ ഇത് 5 രൂപയുടെ ഒരു പാക്കറ്റ് എടുക്കുക. നമ്മുടെ സാധാ പച്ചവെള്ളം ഇത്തിരി കുറച്ച് ഒഴിക്കാൻ പാടുള്ളൂ കേട്ടോ. കുറച്ച് ഒഴിച്ചിട്ട് നമുക്ക് മിക്സിയുടെ കുഞ്ഞ് ജാറിൽ ഒന്ന് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ലൊരു ക്രീം പരുവത്തിൽ കിട്ടും. വെള്ളം കൂടി കഴിഞ്ഞാൽ ലൂസായിട്ട് പോകും കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്തെടുക്കാം. ഇല്ലെങ്കിൽ നമ്മുടെ ബീറ്റർ ഉണ്ടല്ലോ, ബീറ്റർ കൊണ്ടൊന്ന് ആക്കിയെടുത്താൽ നല്ലൊരു ക്രീം കൺസിസ്റ്റൻസിയിൽ നമുക്കത് എടുക്കാനായിട്ട് പറ്റും. അതാണ് നമ്മുടെ ഒരു പാക്ക്. അതിലോട്ട് നമ്മൾ നമ്മുടെ അലോവരയുടെ ജെല്ല് കുറച്ച് മിക്സ് ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മളിവിടെ അടിച്ചു കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇത് അടിക്കാനുള്ള നേരമൊന്നും നമ്മൾ ആക്കിയിട്ടില്ല. അപ്പോൾ ഇതിൽ അടിച്ചു കൊണ്ടുവന്ന് വെച്ചേക്കാണ്. ഇതിലോട്ട് നമ്മൾ നമ്മുടെ അലോവരയുടെ ജെല്ല് 1 ടീസ്പൂൺ നമ്മൾ ചേർത്ത് കൊടുത്ത് നല്ലൊരു കുഴമ്പ് പരുവത്തിലേക്ക് ആക്കിയെടുക്കാൻ പോകാം കേട്ടോ. ഇപ്പോൾ നമ്മളിത് അടിച്ചു കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് ഇത്തിരി ലൂസിലുണ്ട്. ഇനി നമ്മളിതിൽ അലോവരയുടെ ജെല്ലും കൂടി ആകുമ്പോൾ ആ ഒരു തിക്നെസ്സിൽ നമുക്കിത് കിട്ടും. അപ്പോൾ അധികം വെള്ളം ചേർക്കാണ്ട് അടിക്കാൻ നോക്കണം കേട്ടോ. സിമ്പിളായിട്ട് നമുക്ക് വീട്ടമ്മമാർ, ഇപ്പോൾ നാളെ ഈസ്റ്ററൊക്കെ അല്ലേ, നമുക്കൊന്ന് തിളങ്ങണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒക്കെ ഒരു പാക്ക് അടിപൊളിയല്ലേ. ഒരു ഫംഗ്ഷൻ ഉണ്ടായാലും നമുക്ക് അടുക്കളയിൽ നിന്ന് ചെയ്യണ ഒരു കാര്യമുള്ളൂ. ഇതിപ്പോൾ കുറച്ച് നേരം മുഖത്ത് ഇരുന്നെന്ന് വെച്ചിട്ട് നമുക്ക് ഒന്നും സംഭവിക്കാൻ പോകില്ല കേട്ടോ. ഇപ്പോൾ ഒരു വലിയ ടീസ്പൂൺ അലോവരയുടെ വെള്ളയാണ് കേട്ടോ നമ്മൾ എടുത്തിരിക്കുന്നത്. വേറെ കളറൊന്നും ഉപയോഗിക്കാൻ പാടില്ല. നമ്മൾ മുഖത്തേക്കൊക്കെ എടുക്കുമ്പോൾ വെള്ള കളർ തന്നെ എടുക്കുക. ആയുർവേദ കടയിലൊക്കെ നമുക്കിത് മേടിക്കാൻ കിട്ടും. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇത് ബാക്കി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം. ഡെയിലി നമ്മുടെ മുഖത്തേക്ക് ഇട്ട് കൊടുത്താൽ ഒരാഴ്ചയ്ക്ക് തന്നെ കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ മുഖത്തിന് ഉണ്ടാവണം ആ ഒരു മാറ്റം നമുക്ക് ലൈവായിട്ട് കാണാൻ പറ്റും. വേറൊരു പാക്ക് നമ്മൾ ഇടാനായിട്ട് നിൽക്കണ്ട. ഇത് സിമ്പിളായിട്ടുള്ളൊരു കാര്യമല്ലേ. ഇത് ഇത്തിരി ലൂസിലായിരുന്നാലും കുഴപ്പമില്ല. ഒന്ന് ജസ്റ്റ് ഒന്ന് വലിയുമ്പോൾ ഒരു 2 പ്രാവശ്യം ഒന്ന് ഇട്ട് കൊടുക്കണമെന്നേ ഉള്ളൂ കേട്ടോ. നല്ല കിഡ് റിസൾട്ട് കിട്ടുന്ന ഒരു സിമ്പിൾ പാക്ക് എന്ന് തന്നെ പറയാം. ഇതൊക്കെ നമുക്ക് എപ്പോഴും നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവും. ബ്രൂവിൻ്റെ പൊടി നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവുന്നതല്ലേ. ഇല്ലെങ്കിൽ ഇപ്പോൾ ഒരു 5 രൂപ നമുക്ക് വേണ്ടി ചിലവാക്കി കൂടെ. 5 രൂപയുടെ ആവശ്യമുള്ളൂ. പിന്നെ പഞ്ചസാര നമ്മുടെ വീട്ടിലുണ്ട്, പച്ചവെള്ളം നമ്മുടെ വീട്ടിൽ ഇഷ്ടം പോലെയുണ്ട്. ഇത് ജസ്റ്റ് നമ്മുടെ മുഖത്തിങ്ങനെ തേച്ച് കൊടുക്കുക. ഇതൊന്ന് ആദ്യത്തെ പ്രാവശ്യം ഒന്ന് ആക്കിയിട്ട് ഒരു ചെറിയൊരു മസാജ് കൊടുക്കണം കേട്ടോ. മസാജ് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ മുഖത്തിന് നല്ലൊരു ചേഞ്ച് നമുക്ക് കാണാനായിട്ട് പറ്റും. നമ്മൾ ഡെയിലി നമ്മുടെ മുഖത്തിന് ഒരു ചെറിയൊരു മസാജ് എപ്പോഴും കൊടുക്കുന്നത് നമുക്ക് നല്ലതാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയൊക്കെയാണ് നമ്മൾ അത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഇതെടുത്തു മുഖത്ത് നമ്മൾ അപ്ലൈ ചെയ്തു. നമുക്ക് കുറച്ച് പ്രഷർ പോയിൻറ്റുകളുണ്ട്. അവിടെയൊക്കെ നമ്മുടെ വിരലുകൾ തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല ബ്ലഡ് സർക്കുലേഷൻ വന്ന് നമ്മുടെ മുഖം നല്ല അടിപൊളിയാക്കി കൊണ്ടുവരാൻ പറ്റിയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. ആദ്യത്തെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ ഒരു സെൻറ്റർ പോയിൻറ്റിൽ 1 മിനിറ്റ് നേരം ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കാം. അത് കഴിഞ്ഞ് നേരെ നമുക്ക് നമ്മുടെ നിറയുടെ അവിടെ ഇതേപോലെ ഈ ചെയ്യണതൊക്കെ ഓരോ മിനിറ്റ് നേരം നമുക്ക് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് നമ്മുടെ ഈ കണ്ണിൻ്റെ ഈ ഭാഗം ഉണ്ടല്ലോ, ഈ 2 ഇവിടെ ഇതേപോലെ ആക്കി കൊടുക്കാം. ഇതൊക്കെ നമ്മുടെ പ്രഷർ പോയിൻറ്റുകളാണ്. അതുപോലെ തന്നെ നമ്മുടെ മൂക്കിൻ്റെ ഈ ഒരു ഭാഗം കേട്ടോ.
ബ്ലഡ് സർക്കുലേഷനൊക്കെ നമുക്ക് പെട്ടെന്ന് സെറ്റായി നമ്മളൊരു പാക്ക് ഇടാൻ പറ്റാത്തവരായാലും നമുക്ക് ഈ ഒരു കാര്യം ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി റിസൾട്ട് തന്നെയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ചുണ്ടുകളുടെ ഈ ഒരു ഭാഗം, എല്ലാത്തിൻ്റെയും എൻഡിൻ്റെ ഭാഗം, അതായത് നമുക്ക് ഈ 2 ഇതിൻ്റെ ഉണ്ടല്ലോ അത്. ഇതൊക്കെ നമ്മൾ പ്രത്യേകം ചെയ്തു കൊടുക്കേണ്ട ഒരു കാര്യമാണ്. ഒരു മിനിറ്റ് നേരമാണ് നമ്മൾ ഈ ഒരു കാര്യത്തിനൊക്കെ വേണ്ടിയിട്ട് നമ്മളായിട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ഓരോ മിനിറ്റ് നേരം ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാൻ നോക്കുക. അപ്പോൾ തന്നെ നമ്മുടെ മുഖത്തിന് നല്ലൊരു ഗ്ലോയും കൊണ്ടുവരാൻ പറ്റും. നമ്മുടെ സ്കിന്നൊക്കെ ചെറുപ്പം നിലനിർത്തി കൊണ്ടുവരാനൊക്കെ ആയിട്ട് അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു കാര്യം ഒന്ന് വലിഞ്ഞതിന് ശേഷം നമുക്ക് ഒരു പ്രാവശ്യം കൂടി നമുക്ക് ഇട്ട് കൊടുക്കണം. അതിന് ശേഷം നമ്മൾ ഒരു ചെറിയൊരു ബോക്സിലോ ചെറിയൊരു കുപ്പിയിലൊക്കെ ആക്കിയിട്ട് നമ്മളിങ്ങനെ എടുത്തു വയ്ക്കുക. എടുത്തു വെച്ച് ഡെയിലി നമ്മുടെ മുഖത്ത് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ആണ്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനലിലോട്ട് പുതുതായിട്ട് വരും കൂട്ടുകാർക്കൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഈസ്റ്റർ ആശംസിക്കുകയാണ് കേട്ടോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.